പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ലോകം മുഴുവൻ വളരെ കലുഷിതമായ ഒരന്തരീക്ഷത്തിലൂടെ കടന്നു പോകുകയാണ്. നമുക്കെല്ലാവർക്കും ഭയവും അസ്വസ്ഥതയും, എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നതെന്നോർത്ത് ആകുലരുമാണ്. കർത്താവിൻ്റെ മുൻപിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുകയാണ്. കാരണം തിന്മ വളരെയധികം പ്രബലപ്പെടുക. ദുഷ്ടാരൂപികള് ലോകത്തിൻ്റെ സമാധാനം തന്നെ തകർത്തുകൊണ്ടിരിക്കുക. ലോകമെങ്ങും അസ്വസ്ഥതയാണ്. എല്ലായിടത്തും വെറുപ്പും പകയും വിദ്വേഷവും. എന്തിനേറെ പറയുന്നു, നമ്മുടെ കുടുംബങ്ങളിൽ പോലും അതിൻ്റെ പ്രകമ്പനങ്ങൾ കടന്നു വരിക. ഒരാൾക്ക് വേറെ ഒരാളെ കണ്ടുകൂടാ, ഒരു രാജ്യത്തിന് വേറെ രാജ്യത്തെ കണ്ടുകൂടാ, ഒരു മതത്തിന് വേറൊരു മതത്തെ കണ്ടുകൂടാ. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ സംശയങ്ങളും ഭയങ്ങളും ആകുലതകളും പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈ ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്. നേരത്തെ സൂചിപ്പിച്ച കലഹത്തിൻ്റെയും വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും തിന്മകൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ യുവദമ്പതികളുടെ ജീവിതത്തിൽ, അയൽവാസികളുമായുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ സഭകളിൽ അവിടെ തിന്മ, സാത്താൻ വളരെയധികം പ്രബലപ്പെട്ടിരിക്കുക. അവൻ ഈ ലോകത്തിലേക്ക് വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും തകർക്കാനും തടസ്സങ്ങളും ബന്ധനങ്ങളും ഉണ്ടാക്കാനാണ്. യാത്രകൾ തടസ്സപ്പെടുന്നു, ജോലികൾ തടസ്സപ്പെടുന്നു, ജീവിത സാഹചര്യങ്ങൾ തടസ്സപ്പെടുന്നു, തൊഴിൽ മേഖലകൾ തടസ്സപ്പെടുന്നു, കുടുംബങ്ങൾ തടസ്സപ്പെടുന്നു, വിൽപ്പനകൾ തടസ്സപ്പെടുന്നു, കല്യാണങ്ങൾ തടസ്സപ്പെടുന്നു. അങ്ങനെ നിരവധിയായ തടസ്സങ്ങൾ നമ്മളെ ശ്വാസം മുട്ടിക്കുക. അതിനോടൊപ്പമാണ് യുദ്ധങ്ങൾ, വെറുപ്പുകൾ, വൈരാഗ്യങ്ങൾ, അസ്വസ്ഥതകൾ, രോഗങ്ങൾ, കച്ചവട തടസ്സങ്ങൾ, കടബാധ്യതകൾ, നിരാശകൾ, വിഷാദങ്ങൾ, ഭയപ്പാടുകൾ. കർത്താവിൻ്റെ ശക്തി ഒഴുകി വരേണ്ട ഒരു സമയമാണ്. യേശുവിൻ്റെ ആത്മാവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ലോകത്തിലേക്ക് കടന്നു വരണം, നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. മക്കളെ, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. ഈ ലോകത്തിൻ്റെ മേല്, ഈ ലോകരാജ്യങ്ങളുടെ മേല് കരുണയായിരിക്കണമേ. നമ്മുടെ മക്കളുടെ മേല്, പ്രത്യേകിച്ച് പരീക്ഷയ്ക്കൊരുങ്ങുന്ന കുഞ്ഞുങ്ങളുടെ മേല് പരിശുദ്ധാത്മാവേ എന്നിറങ്ങി വന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വിവേകം തരും, ജ്ഞാനം തരും, നന്മതിന്മകളെ മനസ്സിലാക്കാനുള്ള കഴിവ് തരും. തോറ്റുകൊടുക്കാനും സന്ധി ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമിക്കാനും ഉള്ള കൃപ നൽകുന്നത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് നമ്മൾ എളിമപ്പെടുമ്പോഴാണ്, തുറവിയുള്ളപ്പോഴാണ്. അഹങ്കാരികളുടെ മേൽ പരിശുദ്ധാത്മാവ് വരില്ല. പ്രിയപ്പെട്ട മക്കളെ, ആയതിനാൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ശക്തമായ വിടുതലിന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി, ലോകത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും വെറുപ്പുകളും പകയും വിദ്വേഷവും, നമ്മുടെ കുടുംബ തകർച്ചകളും സാമ്പത്തിക തകർച്ചകളും ജോലി തടസ്സങ്ങളും കല്യാണ തടസ്സങ്ങളും കുഞ്ഞുങ്ങളുടെ പഠന തടസ്സങ്ങളും സ്വഭാവ വൈകല്യങ്ങളും വിഷാദങ്ങളും മാനസിക രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ലഭിച്ച വചനഭാഗം പുറപ്പാടിൻ്റെ പുസ്തകം
14 അധ്യായം 14 തിരുവചനമാണ്. അതിശക്തമായ വചനമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് ലഭിച്ച ദൈവിക വെളിപാടാ. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നമ്മുടെ മുൻപിലുള്ള തടസ്സങ്ങളെ തകർക്കാൻ, നമ്മുടെ മുൻപിലുള്ള ഭയങ്ങളെ തകർക്കാൻ, നമ്മുടെ മുമ്പിലുള്ള കുടുംബ തകർച്ചകളെ തകർക്കാൻ, ശത്രുദോഷത്തെ നിർവീര്യമാക്കാൻ, പാമ്പിനെ, സർപ്പത്തെ, വൈരാഗ്യത്തെ, വെറുപ്പിനെ, അസമാധാനത്തെ തകർക്കാൻ കർത്താവ് ഇതാ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നിഷ്കളങ്കരായി എളിമയോടെ ദൈവമേ എന്ന് വിളിച്ചാൽ മതി, ഈശോയേ എന്ന് വിളിച്ചാൽ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ തടസ്സങ്ങളും നിങ്ങളുടെ ഭയങ്ങളും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളും എല്ലാം കർത്താവിന് കൊടുത്ത് ശാന്തരായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. അങ്ങനെ ഇസ്രായേൽ ജനത്തെ പുറപ്പാടിന്റെ പുസ്തകത്തില് ദൈവം ശത്രുക്കളെ തോൽപ്പിച്ച്, തിന്മകളെ തോൽപ്പിച്ച്, അവിടെ ഭയപ്പാടുകളെ തോൽപ്പിച്ച്, ചെങ്കടലിനെ മറികടന്നുകൊണ്ടുള്ള വലിയ അഭിഷേകം ലഭിക്കുന്നതിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. മക്കളെ, ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി ഒഴുക്കണമേ, ശക്തി ഒഴുക്കണമേ. പരിശുദ്ധാത്മാവേ ശക്തി ഒഴുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു. സ്വന്തം രക്തത്താൽ എന്നെ സ്വന്തമാക്കിയ കർത്താവിൻ്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ മക്കളെ ശല്യം ചെയ്യുന്ന, ലോകത്തെ ശല്യപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവരുടെ ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും യുദ്ധങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്നുണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം ഈ ലോകത്തെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ ജീവിതത്തെ, ഇവരുടെ പറമ്പിനെ വിട്ടുപോകണം. ഇനിമേലിൽ ഇവരെ ശല്യം ചെയ്യാൻ പാടില്ല. ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന, ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ തിന്മകളുടെയും ദുഷ്ടാത്മാക്കളെ, യുദ്ധങ്ങളും വെറുപ്പും പകയും വിദ്വേഷവും സംശയങ്ങളും ഉണ്ടാക്കുന്ന ദുഷ്ടശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, അവിടുത്തെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ നിങ്ങളെ നിർവീര്യമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, എല്ലാ തടസ്സങ്ങളും മാറി, എല്ലാ ബന്ധനങ്ങളും മാറി, കൃപകളും അഭിഷേകവും അനോയിന്റിങ്ങും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് നിങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. ആമീൻ. ഇന്നേ ദിനമുള്ള നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, യൂട്യൂബിൽ എഴുതിയിട്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും, കത്തിലൂടെ അച്ഛനെ അറിയിച്ച എല്ലാ പ്രാർത്ഥനകളും, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അച്ഛനോടൊപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് കൃപകളും വരങ്ങളും കൊണ്ട് അവ നിറയട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം സാധിക്കുന്ന മക്കളെല്ലാവരെയും കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലേക്ക് ക്ഷണിക്കുക. കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി, കോൺവെന്റ് റോഡ് 32. ഇവിടെ ടൗണിനടുത്ത് തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ആംഗ്ലോ ഇന്ത്യൻ സ്കൂള്, കോൺവെന്റ് റോഡ്, മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരും, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരും. ഇവിടെ രാവിലെ മുതൽ നല്ല കൗൺസിലിങ്ങിന് സൗകര്യം ഉണ്ടായിരിക്കും. അച്ഛനെ കാണാനായിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ഇവിടെ വരും ചൊവ്വാഴ്ചകളിലൊക്കെ ഓൾറെഡി ബുക്കിംഗ് ഫില്ലായിട്ടുണ്ട്. എന്നാൽ ഇവിടെ നല്ല കൗൺസിലിങ്ങിനുള്ള സൗകര്യം വൈദികരുടെയും മറ്റ് സിസ്റ്റേഴ്സിൻ്റെയും അൽമായ നന്നായിട്ട് അച്ഛൻ നോക്കി ശ്രദ്ധിക്കുന്ന അൽമായ കൗൺസിലേഴ്സും ഇവിടെയുണ്ട്. മക്കളെ, ഇവിടെ ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കും. ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാം.
വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, 6 മണി മുതൽ 8:30 വരെ നിങ്ങൾക്ക് അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിമോചന പ്രാർത്ഥനയിൽ പങ്കുചേരാം. 8:30 മണിക്ക് നേർച്ചക്കഞ്ഞി. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ പോകാനുള്ളവരെ ഇവിടെ വാഹനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരവിടെ കൊണ്ടുപോയി ആക്കിത്തരും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.